ആണവായുധ ഭീഷണി ഇന്ത്യയോട് ചെലവാകില്ല എന്നും ബ്ലാക്ക് മെയിലിംഗ് നടപ്പാകില്ല എന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അണ്വായുധ ഭീഷണി ഇന്ത്യയോട് ഒരിക്കലും സാധ്യമാകില്ല എന്നും ബ്ലാക്ക് മെയിലിംഗ് ചെലവാകില്ല എന്നും പാകിസ്ഥാനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരരെ ഭൂമുഖത്തു നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞുവെന്നും തിരിച്ചടിയിൽ ഭയന്ന പാകിസ്ഥാൻ ലോകം മുഴുവൻ രക്ഷ നേടി നടന്നുവെന്നും പ്രധാനമന്ത്രി പറയുന്നു. പാകിസ്ഥാൻ സർക്കാർ സ്പോൺസേഡ് തീവ്രവാദം അവസാനിപ്പിക്കും, പ്രകോപനത്തിന് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ജാഗ്രത തുടരുകയാണ്, എല്ലാ സേനകളും ജാഗ്രതയിലാണ്, ഒന്നിനും പൂർണ്ണ വിരാമമായെന്ന് കരുതരുത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പുതിയ യുദ്ധമുഖം തുറക്കുകയായിരുന്നു. ആധുനിക യുദ്ധശേഖരം ഇന്ത്യയുടെ ശക്തിയാണ്. ഇന്ത്യക്ക് ഭീകരവാദത്തോടും യുദ്ധത്തോടും താല്പര്യമില്ല. ഭീകരവാദം പാകിസ്ഥാനെ തകർക്കുമെന്നും മോദി പറഞ്ഞു. തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഭയന്ന് നിവൃത്തിയില്ലാതെ അവർ നമ്മുടെ DGM-നെ വിളിച്ചു. എല്ലാം തകർന്നോടെ രക്ഷിക്കണേ എന്നായി. ഒടുവിൽ വെടിനിർത്തലിനെ അപേക്ഷിച്ചു. യുദ്ധത്തോട് ഇന്ത്യക്ക് താല്പര്യമില്ല, വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല, തീവ്രവാദത്തോട് സന്ധിയുമില്ല. പാകിസ്ഥാനുമായി ചർച്ച നടക്കുകയാണെങ്കിൽ അത് തീവ്രവാദത്തെ കുറിച്ച് മാത്രമായിരിക്കുമെന്നും മോദി പറയുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്നും അത് ഒഴിവാക്കിയത് താനാണെന്നും ആവർത്തിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.